വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എറ്റിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഓരോ കരക്കാരുടെയും കെട്ടുകാഴ്ചകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രഥമസ്ഥാനം വഹിക്കുന്ന കരയാണ് ഈരേഴ തെക്ക്. ക്ഷേത്രത്തിന് തെക്ക് കിഴക്കായി 3 കിലോമീറ്ററോളം ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കരയാണ് ഏറ്റവും കൂടുതൽ വലുപ്പമുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അമ്പരത്തുമ്പിയായ ഗോപുരമാണ് ഈരേഴ തെക്കുകാർ അണിയിച്ചൊരുക്കുന്നത്. കായംകുളം മാവേലിക്കര റോഡിൽ കമുകുംവിള ജംഗ്ഷന് കിഴക്കും കോയിക്കത്തറയ്ക്ക് പടിഞ്ഞാറും മാറി സ്ഥിതി ചെയ്യുന്ന കുതിരമാളികയ്ക്ക് സമീപത്ത് വെച്ചാണ് ഈ കെട്ടുകാഴ്ച ഒരുക്കുന്നത്. മുൻപ് അവിടെ നിന്നിരുന്ന മാവിൻ്റെ സഹായത്താലായിരുന്നു നിർമ്മാണം നടത്തിയിരുന്നത്. പിന്നീട് കരയോഗം കൂറ്റൻ ടവർ പണി കഴിപ്പിച്ചതോടെ കെട്ടുകാഴ്ചയുടെ ഉയരം കൂട്ടി പുതുക്കി പണിഞ്ഞു. ഏറ്റവും കൂടുതൽ ദൂരം വയലിൽ കൂടിയും കയറ്റിറക്കങ്ങളിൽ കൂടിയും സഞ്ചരിക്കുന്ന ഗോപുരമാണിത്. ഇടക്കൂടാരത്തിന് താഴെയായി പ്രഭടയ്ക്ക് ഇരുവശത്തും കത്തിക്കളിക്കുന്ന 2 പാവകളാണ് കുതിരയുടെ എടുത്തു പറയേണ്ട പ്രത്യേകത. ഈരേഴ തെക്ക് ഇലഞ്ഞിലേത്ത് കുടുംബം ആണ് ഈ പാവകളുടെ അവകാശികൾ. ഇലഞ്ഞിലേത്ത് ഗ്രഹനാഥൻ മക്കളില്ലാത്ത ദുഃഖം പേറുമ്പോൾ വഴിപാടായി കുതിരയ്ക്ക് പാവയെ സമർപ്പിക്കാമെന്ന് നേർന്ന് അധികം വൈകാതെ കുടുംബത്തിൽ 2 പെൺകുട്ടികൾ പിറന്നു. അങ്ങനെ 2 പാവക്കുട്ടികളെ വഴിപാടായി നൽകി. കുതിരകളിൽ ഇടക്കൂടാരത്തിന് തൊട്ടു താഴെയായിട്ടാണ് പാവകളുടെ സ്ഥാനം. ശിവരാത്രി മുതൽ ഭരണി നാൾ വരെ പാവകൾക്ക് ഉടയാട സമർപ്പിക്കുന്നത് പ്രധാനപ്പെട്ട വഴിപാടാണ്. സന്താനലബ്ധിക്കായിട്ടാണ് പാവക്കുട്ടിക്ക് ഉടയാട സമർപ്പിക്കുന്നത്. പ്രഭടയിൽ സ്ഥാപിച്ചിട്ടുള്ള ഭദ്രകാളി മുടിയും ഈ കരയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഈരേഴ തെക്ക് കരക്കാർ നടത്തുന്ന 1-ാം എതിരേൽപ്പ് ഉത്സവ ദിവസം ഉരുളിച്ച വരവിന് ശേഷം ഭദ്രകാളിമുടി എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പാട്ടമ്പലത്തിൽ ആചാരപൂർവം എഴുന്നള്ളിച്ചിരുന്നു. ആവശ്യം വേണ്ട ഒരുക്കങ്ങൾ അതിനു മുൻപിൽ തയ്യാറാക്കിയ ശേഷം കുറുപ്പന്മാർ തോറ്റൻപാട്ട് നടത്തുന്നു. കരയിലെ കോയിക്കത്തറ, പരുമലഭാഗം, ളാഹ എന്നിവിടങ്ങളിലെ അൻപൊരി പ്രസിദ്ധമാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 2ാമത്തെ കരയാണ് ഈരേഴ വടക്ക്. അമ്പരത്തുമ്പിയായ ഗോപുരമാണ് ഈ കരക്കാർ അണിയിച്ചൊരുക്കുന്നത്. ക്ഷേത്രത്തിന് വടക്ക് കിഴക്കായി 2 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന കരയിൽ മണ്ഡപത്തിന് 1/2 കിലോമീറ്റർ വടക്ക് മാറി സ്ഥാപിച്ചിട്ടുള്ള ടവറിൻ്റെ സഹായത്താലാണ് കെട്ടുകാഴ്ചയുടെ നിർമ്മാണം. വർഷങ്ങൾക്കു മുൻപ് ഒരു ഭരണികാലത്ത് കൂടാരം ഉയർത്തുന്നതിനിടയിൽ മാവിൻ്റെ ശിഖരം ഒടിഞ്ഞു വീഴുകയും പെട്ടെന്ന് തിരുവല്ലയിൽ ഒരു പള്ളി ഉയർത്താൻ കൊണ്ടുവന്ന ക്രെയിൻ എത്തിച്ച് ടവർ നിർമ്മിച്ച് ആദ്യമായി ടവർ നിർമ്മിച്ച കരയെന്ന് പേര് നേടി. ഇടക്കൂടാരത്തിന് താഴെ കൂമ്പി വിടരുന്ന മനോഹരമായ താമരയാണ് ഈ ഗോപുരത്തിൻ്റെ പ്രത്യേകത. നാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗരുഡവാഹനവും ഈ കരയ്ക്ക് അവകാശപ്പെട്ടതാണ്. കുത്തിയോട്ട രംഗത്തെ പ്രസിദ്ധനായ പരമേശ്വരൻ പിള്ള എന്ന പാച്ചനാശാൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന ഈ കരയിലാണ് ഏറ്റവും അധികം കുത്തിയോട്ട സമിതികളുള്ളത്. ക്ഷേത്രത്തിലെ തന്ത്രി കുടുംബമായ പ്ലാക്കൊടി ഇല്ലവും ഈ മണ്ണിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തരായ കലാകാരന്മാരെ അണിനിരത്തി കരക്കാർ ഒരുക്കുന്ന സേവ പ്രശസ്തമാണ്. കരയിലെ
പടക്കെഴുന്നള്ളിപ്പ് ദിവസം മേച്ചേരിൽ കളരിയിൽ ഇറക്കി പൂജയും സദ്യയും നടക്കുന്നു. ക്ഷേത്രത്തിലെ സംബന്ധിച്ച അധികാരം ഈ കുടുംബത്തിന് നിക്ഷിപ്തമാണ്. കമ്പനിപ്പടിക്ക് സമീപമുള്ള അൻപൊലിക്കളം പ്രസിദ്ധമാണ്. ഈ കരയിലെ എതിരേൽപ്പ് ഘോഷയാത്ര കരപ്രദക്ഷിണം നടത്തിയാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.